മനസ്സിലായപ്പോൾ ഞങ്ങൾ വേണ്ട വെച്ചതാണ്. ഇമ്മാനെ ഒഴിവാക്കി, ഞങ്ങളെ മാത്രം നോക്ക്, നിങ്ങളെ മാത്രം ഏറ്റെടുക്കും. ഷാജിയുടെ മക്കളുടെ വാക്കുകൾ മാത്രം കേട്ടാൽ മനസ്സിലാകും ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. ഷാജിയുടെ മൂത്ത മകനാണ് ഇതിനെക്കുറിച്ച് പ്രധാനമായും പറയുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് അത് അവർക്ക് ജോലിയായിരിക്കും, പണത്തിന് വേണ്ടിയായിരിക്കും അവർ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ തകരുന്നത് മറ്റുള്ളവരുടെ ജീവിതമാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഷാജിദയും മക്കളും സ്വന്തം വീട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചാണ് ഈ പിഞ്ചുമക്കൾ പറയുന്നത്. പലരും പറയും ഇത് ഷാജിദ പഠിപ്പിച്ചു വിട്ടതാണെന്ന്. എന്നാൽ ഷാജിദയുടെ മൂന്നാമത്തെ മകൻ പറയുന്ന കാര്യം നിഷ്കളങ്കമായാണ്. തീർച്ചയായും ആ കുട്ടി അനുഭവിച്ചത് തന്നെയാണ് ആ കുട്ടി പറയുന്നത്. അതവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാനും കഴിയും. കളവാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും ഇടർച്ചകൾ ആ കുട്ടിയുടെ വാക്കുകളിൽ നമുക്ക് കണ്ടെത്താനാകും. എന്നാൽ അങ്ങനെയൊന്നും ഈ വീഡിയോയിൽ കണ്ടില്ല. ഷാജി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് സ്വന്തം മക്കൾ തന്നെ പറയുന്നത്. ഷാജിദയുടെ ഉമ്മ ഈ വിഷയവുമായി തന്നെ മുമ്പേ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. ഷാജിദാനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നും എനിക്ക് വലിയ ദ്രോഹങ്ങൾ ഇവൾ ചെയ്യുന്നു എന്നാണ് ഷാജിദയുടെ ഉമ്മയുടെ വാദം. അല്ലെങ്കിൽ താൻ ജീവനൊടുക്കുമെന്ന് വരെ ഈ ഉമ്മ അവിടെ പറഞ്ഞിരുന്നു. ഇത് കേട്ട പോലീസുകാർ ഷാജിദയുടെ ഉമ്മയോട് പറഞ്ഞത് 5 മക്കളുമായി ഈ പെൺകുട്ടി എവിടെ പോകുമെന്നുള്ളതാണ്. തീർച്ചയായും വിവരമില്ലായ്മത്തരം അറിവുള്ള നിയമപാലകരുടെ കയ്യിൽ നിന്നും വരത്തില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് വന്ന ഷാജിയുടെ ഉമ്മ വീണ്ടും അത്തരം പ്രവർത്തനങ്ങൾ തന്നെ തുടങ്ങിയെന്ന്. ഈയിടയിൽ ഈ കുട്ടികൾ കാണത്തക്ക വിധം തന്നെ മുണ്ടുപൊക്കി വരെ അവർ കാണിക്കുമെന്നൊക്കെയാണ് ഷാജിദ പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് ഷാജി ഇത്തരം വീഡിയോകൾ ഞാൻ പുറത്തുവിടും എന്ന് പറയുന്നത്. ഷാജിദയുടെ മക്കൾ ഉമ്മയെ വേണ്ട, ഞങ്ങളെ വീട്ടിൽ കയറ്റു വല്യമ്മ എന്ന് പറഞ്ഞോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഒരിക്കലും തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഷാജിദയുടെ മക്കൾ പറയുന്നത്. കാര്യങ്ങൾ വ്യക്തമായി അറിയാതെ ആരെയും ഇകഴ്ത്തരുതെന്നും ഇവർ വേദനയോടെ പറയുന്നു. റിയാക്ഷൻ വീഡിയോകൾ എന്ന് പറഞ്ഞ് ചില കുടുംബങ്ങളെ തമ്മിലടിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും നിങ്ങൾ ഒത്തൊരുമയിൽ വിട്ടുവീഴ്ചയിൽ മുന്നോട്ട് പോകൂ എന്ന് ഒരു റിയാക്ഷൻ വീഡിയോക്കാരും പറയാത്തത് എന്തുകൊണ്ടാണ്? ഇത് ചില ജീവിതങ്ങളിൽ വലിയ പ്രയാസമുണ്ടാക്കുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വന്നത് പറഞ്ഞാൽ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇമ്മാനെ ഒഴിവാക്കി, ഞങ്ങളെ മാത്രം നോക്കുമെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ തെളിവ് കാണിച്ചിട്ട് ഞങ്ങൾ സമ്മതിച്ചുതരാം. ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ആ വോയിസിൽ പറയുന്നത്. ഞങ്ങൾ ആ എൻ്റെ ഉമ്മാനെ വേണ്ട വയ്ക്ക്, ഞങ്ങളെ മാത്രം ഏറ്റെടുക്കുകയും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞതാ എവിടെയെങ്കിലും? ഇല്ല. ഇമ്മ കിടക്കണ ആ ഈ സ്ഥലത്ത് മടയാള് ഒളിപ്പിച്ച് വെച്ചിക്ക. എന്നിട്ട് ഞാൻ എണീക്കുമ്പോ മടയാള് കണ്ടു. എന്നിട്ട് ഇങ്ങനെ വരുമ്പോ ഉമ്മാനെ തല്ലാനൊക്കെ വരിക. അന്ന് അത് കാരണം വീട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നം വീട്ടിലായിരുന്നു. ഞങ്ങൾക്കൊരു മാമുണ്ട്. 10 മണിക്ക് ശേഷം ഉമ്മമാന്റെ ഫോൺ അടിച്ചപ്പോ ഉമ്മ പുറത്തു പോയി സംസാരിച്ചിട്ട് വരുമ്പോണ്ടല്ലോ കയ്യിൽ മടാളം വെച്ചിട്ട് വരും. തൽക്കാണിന്റെ അടിയിൽ വെച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് മടാളം കൊണ്ട് ഞങ്ങളുടെ നേർക്ക് വരിക. അപ്പൊ ഉമ്മ പ്രതികരിച്ചപ്പോ ഞങ്ങളുടെ മടാളം കൊണ്ടിട്ടല്ലോ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ചൂടാവുക.